ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് മുയൽ റോസ്റ്റാണ്, പെപ്പർ റോസ്റ്റ്. ആദ്യം ഇത് ചെറിയ പീസായി കട്ട് ചെയ്ത് മഞ്ഞൾപ്പൊടിയും നാരങ്ങ നീര് ഉപ്പും ചേർത്ത് പുരട്ടി വെക്കണം. അപ്പോൾ ഇതിൻ്റെ ഉളുമ്പ് എന്തെങ്കിലും സ്മെല്ല് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പോകുന്നതിന് അത് നല്ലതായിരിക്കും. അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചെറുനാരങ്ങ നീരും പിഴിഞ്ഞ് പുരട്ടി വെച്ചിരിക്കുകയാണ്. ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. അതിനുശേഷം നമ്മൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, സവാള എല്ലാം എടുക്കണം. നമുക്കിവിടെ ചെറിയുള്ളി അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ് സവാള എടുക്കുന്നത്. ചെറിയുള്ളി ഉപയോഗിച്ചാൽ ടേസ്റ്റ് കൂടുന്നതാണ്. അപ്പോൾ നമ്മളിതെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതാ പാചകത്തിലോട്ട് നമുക്ക് കിടക്കാവും. ചട്ടി ചൂടായി കഴിയുമ്പോൾ എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം. മുളക് ചേർത്ത് കൊടുക്കാം. ശരിക്കും ചെറിയുള്ളിയാണ് ചേർക്കേണ്ടത്. പക്ഷെ നമുക്ക് ഇവിടെ പോർച്ചുഗലിൽ ചെറിയുള്ളി അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് സവാള ചേർക്കുന്നത്. ചെറിയുള്ളി ചേർക്കുന്നത് നല്ല ടേസ്റ്റായിരിക്കും. നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ചെറിയുള്ളി ലഭ്യമാണെങ്കിൽ ചെറിയുള്ളി ചേർത്ത് ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ നമുക്ക് കറിവേപ്പിലയും അവൈലബിൾ അല്ല, അതുകൊണ്ട് അതും എനിക്ക് ചേർക്കാൻ സാധിക്കുന്നതല്ല. നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. നമ്മൾ കുറച്ച് ഇഞ്ചി അരിഞ്ഞത് നമ്മൾ ബാക്കി വെക്കുന്നുണ്ട്, അത് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഒരു ഫ്ലേവർ നമ്മുടെ കറിക്ക് കിട്ടും. ഇത് ശരിക്കും വഴണ്ട് വരട്ടെ, ഒരു ബ്രൗൺ കളറാവുന്ന വരെ, ഇതിൻ്റെ പച്ച മണമെല്ലാം മാറുന്ന വരെ ഇങ്ങനെ കിടക്കട്ടെ. നമുക്ക് തിരിച്ചു വരാം. അടച്ച് വെച്ച് ചെറുതായിട്ട് വേവിക്കുകയാണ്. ഇപ്പോൾ നമ്മളുടെ സവാള ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇറച്ചി ചേർക്കാവുന്നതാണ്. മഞ്ഞൾപ്പൊടിയും ഉപ്പും നാരങ്ങ നീരെല്ലാം പുരട്ടി കഴുകിയെടുത്ത ശേഷമുള്ള ഇറച്ചിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് ശേഷം സവാളയായിട്ട് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക. അടച്ചു വെച്ച് 10 മിനിറ്റ് വേവിക്കാം. തീ കുറച്ചിടണം. തീ കൂട്ടി വെച്ചാൽ കുക്കാണ് എപ്പോഴും നല്ലത്. ഇപ്പോൾ തിള വന്ന് തുടങ്ങിയിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അടച്ച് വെച്ച് വേവിക്കാം. കുറച്ചും കൂടി പാകമാകാനുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ മസാല ചേർക്കാം. മുഴുവൻ മല്ലി, ബേ ലീവ്സ്, കറുകപ്പട്ട, 5-6 ഗ്രാമ്പു, 3-4 ഏലക്ക, ഇത്രയുമാണ് എടുത്തത്. ഇത് നമുക്ക് ചൂടാക്കി പൊടിച്ചെടുക്കാം.
ഇതിലേക്ക് നമ്മൾ തേങ്ങ ഡ്രൈ ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക രുചി കിട്ടുന്നതാണ്. നമുക്ക് നല്ല തേങ്ങ ഇവിടെ ലഭ്യമല്ലാത്തതുകൊണ്ട് ഡ്രൈ ആയിട്ടുള്ള തേങ്ങാപ്പൊടികളാണ് ഇവിടെ കിട്ടുന്നത്. അത് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് നാട്ടിൽ നല്ല തേങ്ങ കിട്ടുകയാണെങ്കിൽ അത് ചിരണ്ടി ചേർത്താലും നല്ലതായിരിക്കും. ഇതിലേക്ക് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കും. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായി പൊടിച്ചെടുക്കാം. ഇങ്ങനെ കാണിക്കുമ്പോൾ തുമ്പത് ഇങ്ങനെ കാണിക്കും. ഈ മസാല നമുക്ക് നമ്മുടെ കറിയിലേക്ക് ചേർക്കാം. വെന്തൊരു ഏകദേശം ഒരു 80% വെന്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് അരച്ച മസാല ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ചെറിയ തീയിലിരുന്ന് മസാലയെല്ലാം പിടിക്കട്ടെ. നമുക്ക് ചെറുതായിട്ട് അടച്ചു വെക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഉപ്പ് നോക്കി കുഴപ്പമൊന്നുമില്ല. ഇനി അടച്ചു വെച്ച് കുറച്ച് നേരം വേവിക്കാവുന്നതാണ്. ഒരു തക്കാളി എണ്ണയിൽ ചേർക്കാം. നേരത്തെ മാറ്റി വെച്ചിരുന്ന കട്ട് ചെയ്ത ഇഞ്ചിയും കൂടി നമുക്കിതിലേക്ക് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ലഭ്യമാണെങ്കിൽ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്കിവിടെ കറിവേപ്പില ലഭ്യമാണ്, അതുകൊണ്ട് കറിവേപ്പില നമ്മൾ ചേർക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ മുയൽ കറി ഏകദേശം പാകമാക്കിയിട്ട് ഈ അവസാന പൊടിക്കൈയായ ഇതിലേക്ക് ആവശ്യമായ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നത്. ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ആവശ്യത്തിന് മുയലിലൊക്കെ ആകുമ്പോൾ പച്ചമുളകും കുരുമുളക് പൊടി കുറച്ചും കൂടി ചേർക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഇപ്പോൾ നമ്മുടെ മുയൽ റോസ്റ്റ് റെഡിയായി. നിങ്ങൾക്കെല്ലാവർക്കും ഇതിൽ വീട്ടിൽ പരീക്ഷണമാക്കാവുന്നതാണ്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ചെറിയ ചാനൽ നിങ്ങൾ വിജയിപ്പിക്കുക. സുഹൃത്തുക്കളെ, നമ്മളുടെ മുയൽ കറി ഇതാ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നല്ല സൂപ്പർ സാധനമാണ്. ടേസ്റ്റ് ചെയ്താൽ വീണ്ടും വീണ്ടും വെക്കാം. കൊതി കൂറുന്ന മുയലാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കും. ഓക്കെ ഗൈസ്, വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി.